വിനി. ഹലോ. ഹായ്. മേശ നിറച്ച് സാധനങ്ങളുണ്ട്. എന്തോ വെറൈറ്റി ആയിട്ടുള്ള സാധനം ചെയ്യാൻ പോവാണ്. എന്താ? മിക്സഡ് ഫ്രൂട്ട് പായസാണ്. മിക്സഡ് ഫ്രൂട്ട് പായസം. ഭയങ്കര വെറൈറ്റി പേരുകളും എല്ലാം മൊത്തം വെറൈറ്റിയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ഞാൻ ഫ്രൂട്ട്സ് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആപ്പിളും ബനാന ഗ്രേപ്സ് എല്ലാം കൂടി ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ബട്ടറിൽ വഴറ്റിയെടുക്കണം. വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പോംഗ്രനേറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഗീല് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് ഉണ്ട്, പിസ്തയുണ്ട്, ബദാം ഉണ്ട്, റൈസിൻസ് ഉണ്ട്. പിന്നെ ഇതില് ബസുമതി റൈസ് കുറച്ച് കുതിർത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് പാലിനകത്ത് മിക്സിയിൽ കുതിർത്തി പൊടിച്ചെടുക്കണം. അപ്പൊ അത് കുഴഞ്ഞു പോവില്ലേ? ഇല്ല, കുതിർത്തിട്ട് വെള്ളം മൊത്തം മാറ്റിയിട്ട് സൂചി മറ്റേ റവ പോലെ കുറച്ച് തരിയായിട്ട് ഒത്തിരി പൊടിക്കാൻ പാടില്ല, കുറച്ച് പൊടിച്ചെടുത്തിട്ട് അതും പാലും കൂടി ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സ് ലാസ്റ്റ് ആഡ് ചെയ്യാം. എന്തായാലും നമ്മുടെ പായസം മിക്സ്ഡ് ഫ്രൂട്ട് പായസം. ഓക്കെ, മിക്സ്ഡ് ഫ്രൂട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ ഓണം പായസമേളയിലെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പോ നമ്മുടെ മത്സരം തുടങ്ങാനുള്ള സമയമായി. റെഡിയല്ലേ? തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്.